ബി.ജെ.പി. നേതാവ് അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ അച്ചു ഉമ്മൻ പ്രചരണത്തിനെത്തുന്നു. എന്താണ് ഇതിലെ രാഷ്ട്രീയം? എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അതാണ് നമ്മുടെ ഈ വീഡിയോ പരിശോധിക്കുന്നത്. നമുക്കറിയാം, സമീപകാല സംസ്ഥാന രാഷ്ട്രീയത്തിലും രാജ്യത്തെ രാഷ്ട്രീയത്തിലുമൊക്കെ കോൺഗ്രസിന്റെ പല നേതാക്കളും ബി.ജെ.പിയിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. ഒരുപാട് കേന്ദ്രമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാരൊക്കെ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെ കേരളത്തിലും അത്തരം ചില ശ്രമങ്ങൾ നടത്തി കുറച്ച് നേതാക്കളൊക്കെ വന്നു. ഇതിനൊടുവിലാണ് എ.കെ. ആന്റണിയുടെ മകൻ, അതായത് മുൻ പ്രതിരോധ മന്ത്രിയും മുൻ കേരള മുഖ്യമന്ത്രിയുമായ കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി.ജെ.പി. ക്യാമ്പിലെത്തിയത്. ആ ബി.ജെ.പി. ക്യാമ്പിൽ നിന്ന് ഇതാ പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ അനിൽ ആന്റണി മത്സരിക്കുന്നു. കേവലം അനിൽ ആന്റണി എത്തി എന്നത് മാത്രമല്ല, ആ ഞെട്ടലൊന്നും മാറുന്നതിന് മുൻപ് ഇതാ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന, എക്കാലത്തെയും മികച്ച നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലും ബി.ജെ.പിയിലെത്തി. ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല. അതിന് തൊട്ടു മുമ്പാണ് അവർ എത്തിയത്. പക്ഷേ സംസ്ഥാനത്തൊട്ടാകെ പത്മജ പ്രചരണവുമായി, അതായത് ബി.ജെ.പിക്ക് വേണ്ടി കോൺഗ്രസിനെതിരെ കടുത്ത പ്രചരണവുമായി രംഗത്ത് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു വസ്തുത. ഇന്ന് പുറത്തിറങ്ങിയ ഒരു ദേശീയ ദിനപത്രം, ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ഒരു വാർത്തയാണ് ഇതൊരു വിവാദമാക്കി മാറ്റിയത്. അച്ചു ഉമ്മൻ്റെതായ ഒരു പ്രസ്താവന ഈ ഇംഗ്ലീഷ് ദിനപത്രം പുറത്തിറക്കിയത്. അനിൽ ആന്റണി തൻ്റെ ബാല്യകാല സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ താൻ പ്രചരണത്തിന് പോകില്ല, പകരം സംസ്ഥാനത്ത് മറ്റു മണ്ഡലങ്ങളിലെല്ലാം പ്രചരണത്തിനെത്തും എന്നായിരുന്നു അച്ചു ഉമ്മൻ്റെ പ്രതികരണം. ഇത് വലിയ വിവാദമായതോടുകൂടിയാണ് ഇന്ന് വൈകിട്ടോടെ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അച്ചു ഉമ്മൻ പത്തനംതിട്ടയിലെ തൻ്റെ പ്രചരണ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ കാർഡ് പുറത്തിറക്കിയത്. അച്ചു ഉമ്മൻ മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ ഏപ്രിൽ 1 തന്നെ പത്തനംതിട്ടയിൽ പ്രചരണത്തിനെത്തുന്നു. ഏപ്രിൽ 6 അച്ചു ഉമ്മൻ പ്രചരണത്തിനായി പത്തനംതിട്ടയിൽ എത്തുന്നത് എന്നുള്ളതാണ് അവർ തന്നെ കൃത്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് ഈ രണ്ട് നേതാക്കളുടെയും വരവിന് പിന്നിലെ രാഷ്ട്രീയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കോൺഗ്രസിലെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇതാ ബി.ജെ.പിയിൽ എത്തിയിരിക്കുന്നു. ഒരാൾ മത്സരിക്കുന്നു. ഇതിന് പിന്നാലെ വന്ന പ്രസ്താവനയാണ് ഇനിയും കോൺഗ്രസിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി.ജെ.പിയിൽ എത്തും എന്നുള്ളത്. ഇതാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ചാണ്ടി ഉമ്മനെയും മറിയ ഉമ്മനെയും അച്ചു ഉമ്മനെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത്തരം വിവാദങ്ങൾ ആളിക്കത്തിയത്. അവിടെ ചാണ്ടി ഉമ്മൻ തന്നെ തുടക്കത്തിൽ തന്നെ ഈ തൻ്റെ നിലപാട് വ്യക്തമാക്കി. അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് സ്വപ്നമായി മാത്രം അവശേഷിക്കും, താൻ കോൺഗ്രസിൽ ശക്തമായി തുടരും എന്നാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയത്. CPM നേതാക്കൾ പറഞ്ഞിരുന്നത് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ MLA അല്ലായിരുന്നുവെങ്കിൽ ബി.ജെ.പി. പാളയത്തിൽ എത്തിയേനെ എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് അച്ചു ഉമ്മൻ്റെതായി ഇന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന വാർത്ത. അച്ചു ഉമ്മൻ പത്തനംതിട്ടയിൽ പോകില്ല, കാരണം അനിൽ ആന്റണി ബാല്യകാല സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇടതുപക്ഷ ഹാൻഡിലുകൾ വൻതോതിൽ ആയുധമാക്കി. അച്ചു ഉമ്മൻ പോകാത്തത് ഈ ബി.ജെ.പി. ബന്ധത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള ആക്രമണങ്ങളും കമൻറ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നത്. അതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അച്ചു ഉമ്മൻ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അച്ചു ഉമ്മൻ പത്തനംതിട്ടയിൽ പ്രചരണത്തിനെത്തുകയും ചെയ്യുന്നത്. അച്ചു ഉമ്മനിലേക്ക് വന്നാൽ, സംസ്ഥാനത്ത് അച്ചു ഉമ്മൻ ഇതാ 2-ാം തീയതി രാത്രി എത്തുന്നു. 3-ാം തീയതി വടകരയിൽ ഷാഫി പറമ്പിലിനൊപ്പം അച്ചു ഉമ്മൻ തൻ്റെ പ്രചരണത്തിന് തുടക്കമിടുകയാണ്. പിന്നീട് 6-ാം തീയതിയാണ് പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട പരിപാടി. അച്ചു ഉമ്മനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും ഷാർപ്പായ പൊളിറ്റീഷ്യൻ, അതായത് അച്ചു ഉമ്മൻ കോളേജ് KSU കാലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളൂ, പക്ഷേ വളരെ കൃത്യമായി രാഷ്ട്രീയം പറയാൻ അറിയാവുന്ന, കുറുക്കിക്കൊള്ളുന്ന വാചകങ്ങൾ പറയാൻ കഴിയുന്ന, പ്രസംഗിക്കാൻ കഴിയുന്ന തീപ്പൊരി നേതാവാണ് അച്ചു ഉമ്മൻ എന്നുള്ളതാണ്. അത് നമ്മൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമ്പോൾ ഓരോ മുക്കിലും മൂലയിലും കയറി ഇറങ്ങി സാധാരണക്കാരുടെ വോട്ട്, അതായത് CPM സ്വാധീന മേഖലകളിലായിരുന്നു അച്ചു ഉമ്മൻ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. അവിടുത്തെ വോട്ട് മറിച്ച് ഭൂരിപക്ഷം വൻതോതിൽ കൂട്ടണം. അതാണ്, വെറുതെ ജയിച്ചാൽ പോരാ, ഭൂരിപക്ഷം കൂട്ടണം. അതായിരുന്നു അച്ചു ഉമ്മൻ്റെ സ്ട്രാറ്റജി. ഒരു പരിധിവരെ അത് വിജയിക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാം 37,000 വോട്ടെന്ന ചരിത്ര ഭൂരിപക്ഷമാണ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണെങ്കിൽ പോലും പുതുപ്പള്ളിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെ അച്ചു ഉമ്മൻ്റെ പ്രസംഗങ്ങൾ, അച്ചു ഉമ്മൻ്റെ പ്രതികരണങ്ങൾ, ഇതെല്ലാം വൈറൽ വിഷയങ്ങളായിരുന്നു. അതായത് സംസ്ഥാനത്ത് കോൺഗ്രസിൽ
ഒരു നേതൃദാരിദ്ര്യമൊക്കെ അനുഭവിക്കുമ്പോൾ പുതുമുഖ നേതാക്കൾ പലരും താരങ്ങളായി മാറുന്നു. അവിടെയാണ് അച്ചു ഉമ്മൻ എന്ന തീപ്പൊരി നേതാവിൻ്റെ, അതായത് ജനങ്ങളെ സ്വാധീനിക്കാനും ജനങ്ങൾക്ക് മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനും അവരോട് വളരെ ഡൗൺ ടു എർത്തായി സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നേതാവാണ് അച്ചു ഉമ്മൻ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പരിധിവരെ അച്ചു ഉമ്മൻ മിടുക്കിയാണെന്നും കോട്ടയത്ത് മത്സരിച്ചാൽ നല്ലതാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള നേതാക്കൾ പോലും ഒരു സമയത്ത് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതായത് അച്ചു ഉമ്മൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണം എന്നായിരുന്നു അവരുടെയൊക്കെ അഭിപ്രായം. പക്ഷേ അച്ചു ഉമ്മൻ ദുബായിലേക്ക് മടങ്ങുകയും തൻ്റെ കുടുംബത്തോടൊപ്പം കഴിയാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് അച്ചു ഉമ്മൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായി രംഗപ്രവേശം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, പത്മജ വേണുഗോപാലിനെ പോലുള്ളവർ BJP ക്യാമ്പിൽ വലിയ രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് അവർക്ക് എടുത്തു പറയാവുന്ന അതായത് കെ കരുണാകരനും AK ആൻ്റണിയുമായിരുന്നു ഒരു കാലത്ത് സംസ്ഥാനത്തെ കോൺഗ്രസിലെ ഏറ്റവും കരുത്തരായ നേതാക്കൾ. അവർക്കിനി എടുത്തു പറയാൻ കഴിയുന്ന കോൺഗ്രസിലെ നേതാക്കളിൽ ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ മക്കൾ അതിശക്തമായി കോൺഗ്രസിന് വേണ്ടി ഇറങ്ങിയില്ലെങ്കിൽ അത് ഒരു വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമാകും. CPM തന്നെ അത് വലിയ ആയുധമാക്കും എന്ന് കണ്ടതോടുകൂടിയാണ് അച്ചു ഉമ്മനും ചാണ്ടി ഉമ്മനും ഉൾപ്പെടെ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് മറിയ ഉമ്മൻ ഉൾപ്പെടെ കോട്ടയത്തടക്കം പ്രചരണത്തിന്, പുതുപ്പള്ളിയിൽ ഉൾപ്പെടെ പ്രചരണത്തിന് ഇറങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അനിൽ ആൻ്റണിക്കെതിരെ പ്രചരണം നടത്താൻ, ആൻ്റണിക്ക് വേണ്ടി പ്രചരണം നടത്താൻ AK ആൻ്റണി എത്തുമോ എന്ന ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. AK ആൻ്റണി വരുമോ എന്ന ചോദ്യത്തോട് തനിക്ക് ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം വരും എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ പുതുപ്പള്ളിയിൽ പോയി പ്രചരണം നടത്തി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ ഉയർന്ന ചോദ്യമാണ് അനിൽ ആൻ്റണിക്കെതിരെ, BJP-കാരനായ അനിൽ ആൻ്റണിക്കെതിരെ പിതാവായ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആൻ്റണി പ്രചരണത്തിന് എത്തുമോ എന്നുള്ളത്. വ്യക്തിപരമായ കുടുംബപരമായ ഒരുപാട് വിഷയങ്ങൾ നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, അനിൽ ആൻ്റണി BJP-യിലേക്ക് പോയപ്പോൾ അനിൽ ആൻ്റണിയുടെ മാതാവ് എലിസബത്ത്, അവരുടെ പ്രതികരണം അവർ ഒരു പള്ളിയിൽ പ്രാർത്ഥനയിൽ പറഞ്ഞത് അനിലിന് നല്ലത് സംഭവിച്ചു എന്ന അർത്ഥത്തിൽ അവർ സംസാരിച്ചതെല്ലാം അന്ന് വൈറലാകുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അസ്തിത്വം നിലനിർത്തുക. ഇത്തരം നേതാക്കളുടെ നേതാക്കൾ ആ പാർട്ടിയിൽ തന്നെ നേതാക്കളാകുന്നതാണ് ചരിത്രം. അവിടെ ഒരുപക്ഷെ അതിനു വലിയ തിരിച്ചടിയാണ് BJP-യുടെ ഭാഗത്ത് നിന്ന് അവർക്ക് നൽകിയത്. അവിടെയാണ് പത്മജ വേണുഗോപാലും അനിൽ ആൻ്റണിയും BJP-യിലേക്ക് പോകുന്നത്. എന്തായാലും പത്തനംതിട്ടയുടെ മത്സരത്തിൽ ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കിട്ടുന്ന ഒരു വിഷയമായി മാറും. അച്ചു ഉമ്മൻ്റെ പ്രചരണം അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തീപാറുന്ന പോരാട്ടത്തിലേക്ക് പത്തനംതിട്ട മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത്.